ചില പ്രണയങ്ങൾ വിധിയുടെ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച ശേഷം മാത്രമാണ് അവയുടെ പൂർണ്ണത കണ്ടെത്തുന്നത്. പകയും തെറ്റിദ്ധാരണകളും കണ്ണീരും കടന്നുപോയ ഋഷിയുടെയും ദേവികയുടെയും യാത്ര ഇന്ന് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. രണ്ട് ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിക്കുന്ന രാത്രി, പ്രണയം അവസാനം തൻ്റെ പൂർണ്ണത കണ്ടെത്തുന്ന നിമിഷം. വെൽക്കം ടു സ്റ്റോറി ചെകുത്താൻ്റെ പ്രണയം എപ്പിസോഡ് 12. പുലർച്ചയുടെ തണുത്ത വെളിച്ചം ജനലിലൂടെ അരിച്ചെത്തുമ്പോൾ ഋഷി പതുക്കെ കണ്ണുകൾ തുറന്നു. തലേ ദിവസത്തെ മദ്യലഹരിയുടെ ബാക്കി പത്രമെന്നോണം അവൻ്റെ തല കഠിനമായി വേദനിക്കുന്നുണ്ടായിരുന്നു. അവൻ മെല്ലെ എഴുന്നേറ്റ് കട്ടിലിരുന്നു. പെട്ടെന്നാണ് കഴിഞ്ഞ രാത്രിയിലെ ചില ഓർമ്മകൾ ചിത്രങ്ങളായി അവൻ്റെ മനസ്സിലേക്ക് ഇരച്ചു കയറിയത്. താൻ ദേവികയുടെ എന്തൊക്കെയോ പറഞ്ഞു, അവളുടെ മേലേക്ക് വീഴാൻ പോയി. ഒടുവിൽ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ആ പേര് വിളിച്ചോ? ഋഷിയുടെ നെഞ്ച് അപ്പോഴേക്കും ഭയത്താൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവിക കട്ടലിൻ്റെ മറുഭാഗത്ത് തിരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് അവളുടെ ശ്വാസഗതിയിൽ നിന്ന് അവന് മനസ്സിലായി. ദേവിക! ഋഷി വളരെ പതുക്കെ ഭയത്തോടെ അവളെ വിളിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. പക്ഷേ മെല്ലെ തിരിഞ്ഞെഴുന്നേറ്റിരുന്നു. അവളുടെ കണ്ണുകൾ ചുവന്നു വീർത്തിട്ടുണ്ടായിരുന്നു. രാത്രി മുഴുവൻ അവൾ കരയുകയായിരുന്നുവെന്ന് ആ മുഖം വിളിച്ചോതി. ദേവിക, ഞാൻ ഇന്നലെ കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും... ഋഷി വാക്കുകൾക്കായി തപ്പി. നിങ്ങൾ ഇന്നലെ എന്നെ ഒരു പേര് വിളിച്ചു ഋഷി. ദേവികയുടെ ശബ്ദം ശാന്തമായിരുന്നു, എന്നാൽ അതിൽ കനത്തൊരു തണുപ്പുണ്ടായിരുന്നു. ആരാണ് രോഹിണി? ആ ചോദ്യം കേട്ടതും ഋഷിയുടെ മുഖത്തെ ചോരയൊലിപ്പ് മാറി. അവനൊന്ന് വിറച്ചു. അവൻ്റെ ചുണ്ടുകൾ വരണ്ടുപോയി. ഒരു മറുപടി പറയാൻ കഴിയാതെ അവൻ മുഖം തിരിച്ചു. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഋഷി കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഓടിക്കോളൂ. ദേവികയുടെ ചിരിയിൽ കടുത്ത നിരാശയുണ്ടായിരുന്നു. എപ്പോഴും സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് പോലെ ഇപ്പോഴും ഒളിച്ചോടിക്കോളൂ. പക്ഷേ ഒന്നുറപ്പാണ് ഋഷി, നിങ്ങളുടെ ഈ മൗനം എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. അവളുടെ ആത്മസംഘർഷം ആ വാക്കുകളിൽ പ്രകടമായിരുന്നു. ഋഷി ഒന്നും മിണ്ടാതെ തകർന്ന മനസ്സോടെ മുറിക്ക് പുറത്തേക്ക് നടന്നു. അവൾക്ക് മുന്നിൽ സത്യങ്ങൾ തുറന്നു പറയാൻ അവൻ്റെ ഭൂതകാലം അവൻ അനുവദിക്കില്ലായിരുന്നു. നിന്നോട് ഞാൻ എങ്ങനെ പറയും ദേവു? രോഹിണിയുടെ മരണത്തിന് കാരണം ഞാനാണെന്ന കുറ്റബോധമാണ് എന്നെ ജീവനോട് തിന്നതെന്ന് ഋഷിയുടെ മനസ്സ് ഉള്ളിൽ കിടന്ന് വിതമ്പി. മണിക്കൂറുകൾ കടന്നുപോയി. ഋഷി ഓഫീസിലേക്ക് പോയെങ്കിലും ദേവികയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. അവളുടെ ഉള്ളിൽ ബുദ്ധിയും ഹൃദയവും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എന്തോ വലിയൊരു രഹസ്യം അവൻ നിന്നിൽ നിന്ന് ഒളിപ്പിക്കുന്നു. ഹൃദയം മന്ത്രിച്ചു. ഇല്ല, അവൻ രോഹിണി എന്ന പഴയ കാമുകിയുടെ പകരക്കാരിയായിട്ടാണ് നിന്നെ കാണുന്നത്. ബുദ്ധി അവളെ ഭയപ്പെടുത്തി. സഹിയിട്ട് ദേവിക മുള്ളത്തെ നിലയിലേക്ക് നടന്നു. ഋഷി എപ്പോഴും കയറി ചെല്ലാറുള്ള ആരും പ്രവേശിക്കാതെയായ ആ ചുവപ്പ് വെളിച്ചമുള്ള മുറിയുടെ മുന്നിൽ അവളെത്തി. ആ വാതിൽ പൂർണ്ണമായി പൂട്ടിയിരുന്നില്ല. ദേവിക പതുക്കെ വാതിൽ തള്ളി തുറന്നു. അകത്ത് ആ വലിയ ഇരുമ്പ് മേശ, അതിന്മേൽ ചിതറിക്കിടക്കുന്ന റിപ്പോർട്ടുകൾ. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ മേശക്കരികിലേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഡയറി അവൾ കയ്യിലെടുത്തു. അതിനുള്ളിൽ നിന്ന് ചോരക്കറ പുരണ്ട ആ പത്രവാർത്ത താഴേക്ക് വീണു. പ്രമുഖ വ്യവസായിയുടെ മകൾ രോഹിണി കാർ അപകടത്തിൽ മരിച്ചു. പത്രത്തിൽ അടിച്ചു വന്ന രോഹിണിയുടെ ഫോട്ടോയിലേക്ക് നോക്കി ദേവികയുടെ കൈകളിൽ നിന്നും ഡയറി താഴേക്ക് പതിച്ചു. ആ മുഖം, അത് തൻ്റേതുമായി എത്രയോ സാദൃശ്യമുള്ളതായിരുന്നു. ഇപ്പോൾ നിനക്ക് മനസ്സിലായി ദേവിക, നീ ആരാണെന്ന്? പെട്ടെന്ന് പിന്നിൽ നിന്നും കേട്ട ശബ്ദം കേട്ട് ദേവിക ഞെട്ടിത്തിരിഞ്ഞു. ഇരുട്ടിൽ നിന്ന് അനന്യ പതുക്കെ മുന്നോട്ട് വന്നു. അവളുടെ ചുണ്ടുകളിൽ പരിഹാസച്ചിരിയുണ്ടായിരുന്നു. അനന്യ, നീ? ദേവികയുടെ ശബ്ദമിടറി. അതെ ദേവിക, നീ ഇവിടെ ഋഷിയുടെ ഭാര്യയെ ജീവിക്കുന്ന നിന്റെ യോഗ്യത കൊണ്ടല്ല. ആ കിടക്കുന്ന പത്രക്കട്ടിങ്ങിലെ മുഖമില്ലേ രോഹിണി, അവളുടെ അതേപോലുള്ള മറ്റൊരു മുഖമുള്ളതുകൊണ്ടാണ്. ഋഷിക്ക് നിന്നോടുള്ളത് പ്രണയമല്ല, മറിച്ച് തൻ്റെ കാമുകി കൊന്നവനെന്ന കുറ്റബോധം തീർക്കാൻ അവൻ കണ്ടെത്തിയൊരു പകരക്കാരി മാത്രമാണ് നീ. അനന്യയുടെ വാക്കുകൾ ദേവികയുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഇല്ല, നിങ്ങൾ പറയുന്നത് കള്ളമാണ്. ദേവിക ചെവികൾ പൊത്തി നിലവിളിച്ചു. കള്ളമല്ല ദേവിക, ചോദിച്ചു നോക്ക് നിന്റെ ഋഷിയോട്. അവൾ മരിച്ച കാർ ഓടിച്ചിരുന്നത് ഋഷിയായിരുന്നു. ആ രാത്രി അവളോട് വഴക്കിട്ട് വണ്ടി ഓടിച്ചതാണ് ആ ദുരന്തത്തിന് കാരണം. അവളോടുള്ള കടപ്പാട് തീർക്കാനാണ് അവൻ നിന്നെ കൂടെ നിർത്തിയിരിക്കുന്നത്. അനന്യ ക്രൂരമായി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നുപോയി. ദേവിക തളർന്ന തറയിലിരുന്നു. അവളുടെ ലോകം തകിടം മറിയുകയായിരുന്നു. അന്ന് രാത്രി മഴ കനത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഋഷി മുറിയിലേക്ക് വരുമ്പോൾ ദേവിക ഇരുട്ടിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ദേവിക, നീ ഉറങ്ങിയില്ലേ? ഋഷി പതുക്കെ ചോദിച്ചു. ദേവിക തിരിഞ്ഞു നടന്നു. അവളുടെ കയ്യിൽ പഴയ പത്രക്കട്ടിങ് ഉണ്ടായിരുന്നു. അവൾ അത് ഋഷിയുടെ നെഞ്ചിലേക്ക് എറിഞ്ഞു കൊടുത്തു. ഇതാണോ ഋഷി സത്യം? ദേവികയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പ്രണയിച്ചിട്ടില്ലല്ലേ? ഈ മുഖം രോഹിണിയുടേതുപോലെ ഇരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ കൂടെ കൂട്ടിയത്? ഞാൻ വെറുമൊരു പകരക്കാരിയാണല്ലേ? ഋഷി ആ പത്രക്കട്ടിങ്ങിലേക്കും ദേവികയുടെ തകർന്ന മുഖത്തേക്ക് മാറി മാറി നോക്കി. അവൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൻ പെട്ടെന്ന് മുന്നോട്ട് വന്ന് ദേവികയുടെ ഇരു തോളുകളിലും പിടിച്ചു കുലുക്കി. അല്ല ദേവിക, അല്ല, ഋഷി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തുടക്കത്തിൽ നിന്നെ ആദ്യം കാണുമ്പോൾ നിന്റെ മുഖം എന്നെ അവളെ ഓർമ്മിപ്പിച്ചിരുന്നു എന്നത് സത്യമാണ്. ഞാൻ അനുഭവിച്ച കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചതും സത്യമാണ്. പക്ഷേ ഋഷി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഈ തവണ ദേവിക അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ വിട്ടില്ല. അവൻ അവളെ കൂടുതൽ ശക്തമായി പുണർന്നു. പക്ഷേ ഇപ്പോൾ, ഈ നിമിഷം,
എൻ്റെ നെഞ്ചിടിപ്പ് നിനക്ക് കേൾക്കാമെങ്കിൽ നീ ഇത് മനസ്സിലാക്കു ദേവു. ഇതിൽ തുടിക്കുന്നത് രോഹിണിയുടെ ഓർമ്മകളല്ല, നിന്നോടുള്ള ഭ്രാന്തമായ പ്രണയമാണ്. എന്നെ വെറുക്കരുത് ദേവിക, എനിക്ക് നീയില്ലാതെ മറ്റാരുമില്ല. ഋഷിയുടെ ശബ്ദമിടറി. അവൻ ദേവികയുടെ തോളിലേക്ക് മുഖം പൂഴ്ത്തി കരഞ്ഞു. ഋഷിയുടെ ആ വന്യമായ പ്രണയത്തിനും കണ്ണീരിനും മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ദേവിക നിശ്ചലമായി നിന്നു. അവനെ വിശ്വസിക്കണമോ അതോ ആ നിഴൽക്കൂട്ടിൽ നിന്ന് ഓടിപ്പോകണമോ? അവളുടെ ആത്മസംഘർഷം ആ മഴയോടൊപ്പം പെയ്തുകൊണ്ടേയിരുന്നു. ഋഷിയുടെ നെഞ്ചിലെ ചൂടും അവൻ്റെ കണ്ണീരും ദേവികയുടെ തോളിലേക്ക് പടർന്നപ്പോൾ അവളുടെ ഉള്ളിലെ വാശിയും ദേഷ്യവും മഞ്ഞുപോലെ ഉരുകാൻ തുടങ്ങി. അവൻ്റെ ശരീരത്തിൻ്റെ വിറയൽ അവളിലേക്ക് പകർന്നു. ബുദ്ധിയുടെ മുന്നറിയിപ്പുകളെല്ലാം ആ നിമിഷം അവളുടെ ഹൃദയത്തിലെ പ്രണയത്തിന് മുന്നിൽ വഴിമാറി. ദേവിക പതുക്കെ കൈകളുയർത്തി അവൻ്റെ പുറത്ത് തലോടി. ഋഷി, അവൾ ആർദ്രമായി വിളിച്ചു. ഋഷി മുഖം ഉയർത്തി അവളെ നോക്കി. ആ കണ്ണുകളിൽ നഷ്ടപ്പെടുമോ എന്ന ഭയവും അവളോടുള്ള വന്യമായ പ്രണയവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നെ വിട്ടുപോകരുത് ദേവു. നിൻ്റെ ഈ മുഖമല്ല, നിൻ്റെ ഈ ശ്വാസമാണ്, നിൻ്റെ ഈ സാമീപ്യമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നെ തനിച്ചാക്കരുത്. ഋഷിയുടെ ശബ്ദം ഒരു അഭ്യർത്ഥന പോലെയായിരുന്നു. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഋഷി. ദേവിക അവൻ്റെ കവളുകളിലെ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിങ്ങളെ വേണം. ഈ ഭൂതകാലത്തെ നമുക്ക് ഇവിടെ വെച്ച് മറക്കാം. അവളുടെ വാക്കുകൾ കേട്ടതും ഋഷിയുടെ ഉള്ളിലെ പ്രണയത്തിൻ്റെ അണക്കെട്ട് പൊട്ടി. അവൻ അവളെ കൂടുതൽ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. ജനലിലൂടെ വന്ന തണുത്ത കാറ്റും പുറത്തെ മഴയുടെ ശബ്ദവും ആ മുറിക്കുള്ളിലെ അന്തരീക്ഷത്തെ മാറ്റിവരച്ചു. ഋഷിയുടെ വന്യമായ പ്രണയത്തിന് മുന്നിൽ ദേവികയും തൻ്റെ നിയന്ത്രണങ്ങളെല്ലാം പൂർണ്ണമായി കൈവിട്ടു. അതുവരെ മനസ്സിൽ സൂക്ഷിച്ച സംശയങ്ങളും പേടിയും ആ നിമിഷം പാടെ തകർന്നു പോയിരുന്നു. തന്നെ ഇത്രമേൽ ആഗ്രഹിക്കുന്ന ആ മനുഷ്യന് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങാൻ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ കൊതിച്ചു. ഋഷി അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചപ്പോൾ ദേവിക ഒട്ടും മടിച്ചു നിന്നില്ല. അവൾ തൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിന് പിന്നിലൂടെ ചേർത്ത് പിടിച്ച് അവനെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. അവൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് അവൾ തൻ്റെ മുഖം അമർത്തി. ആ പുരുഷ സുഗന്ധം ആവോളം ശ്വസിച്ചു. അവൻ്റെ അതരങ്ങൾ അവളുടെ ചുണ്ടുകളെ തൊട്ട നിമിഷം ദേവികയും ആ ചുംബനത്തിലേക്ക് ആഴ്ന്നിറങ്ങി. വെറുമൊരു പാവയായി നിൽക്കാതെ അവൾ അവൻ്റെ ചുണ്ടുകളെ തിരികെ അത്രമേൽ ആർത്തിയോടെ ചുംബിച്ചു. അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിഴകൾക്കിടയിലൂടെ വന്യമായി ചലിച്ചുകൊണ്ടിരുന്നു. ആ നനവാർന്ന അതരങ്ങളെ അവൻ ആർത്തിയോടെ നുകർന്നപ്പോൾ അവരുടെ ഉള്ളിലെ പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും ഒഴുക്ക് നിയന്ത്രണാതീതമായി. ഋഷി അവളെ പതുക്കെ കട്ടിലേക്ക് കിടത്തിയപ്പോൾ ദേവികയുടെ കണ്ണുകളിൽ പ്രണയം കൊണ്ടുണ്ടായൊരു തിളക്കമുണ്ടായിരുന്നു. ഋഷിയുടെ കൈകൾ അവളുടെ രാത്രി വസ്ത്രത്തിൻ്റെ വള്ളികൾ അഴിച്ചു മാറ്റിയപ്പോൾ അവൾ നാണത്തോടെ കണ്ണുകൾ അടച്ചില്ല. പകരം കാമം നിറഞ്ഞ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. നേർത്ത വസ്ത്രം അവളുടെ തോളുകളിൽ നിന്നും താഴേക്ക് പതിച്ചപ്പോൾ ആ വെളിച്ചത്തിൽ അവളുടെ മനോഹരമായ ശരീരം ഋഷിയുടെ കണ്ണുകളെ ഈറനണിയിച്ചു. അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു മാറ്റിയത് ദേവികയുടെ വിറയ്ക്കുന്ന വിരലുകളായിരുന്നു. അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് അവൾ തന്നെ നനവാർന്ന ചുണ്ടുകൾ അമർത്തുമ്പോൾ ഋഷിയിൽ നിന്നും ഒരു ചെറിയ മൂളൽ ഉയർന്നു. നീ എത്ര സുന്ദരിയാണ് ദേവു, അവൻ മന്ത്രിച്ചു. ഋഷി, എനിക്ക് നിന്നെ വേണം, അവൾ അവൻ്റെ കാതുകളിൽ മന്ത്രിച്ചു. ആ ശബ്ദം ഋഷിയുടെ ഉള്ളിലെ ലഹരി ഇരട്ടിയാക്കി. അവൻ്റെ ചൂടുള്ള നിശ്വാസങ്ങളും ചുംബനങ്ങളും അവളുടെ കഴുത്തിലൂടെയും മാറിടത്തിലൂടെയും താഴേക്ക് പടർന്നപ്പോൾ ദേവിക അവൻ്റെ വീതിയുള്ള തോളുകളിൽ തൻ്റെ നഖങ്ങൾ ആഴ്ത്തി. സുഖകരമായ വേദനയിലും പ്രണയത്തിലും അവളുടെ ശരീരം വില്ലുപോലെ വളഞ്ഞു. ഋഷിയുടെ ഓരോ സ്പർശനത്തിനും അവൾ തൻ്റെ ശരീരത്തിൻ്റെ ചലനങ്ങളിലൂടെ മറുപടി നൽകി. അവൾ അവനെ തനിക്കുമേലേക്ക് കൂടുതൽ ശക്തമായി വലിച്ചടുപ്പിച്ചു. അവരുടെ ശ്വാസങ്ങൾ ഒന്നിച്ചുരുകിച്ചേർന്നു. ബാഹ്യലോകത്തെയും ഭൂതകാലത്തെയും പൂർണ്ണമായി മറന്ന് ആ രാത്രിയുടെ നിശബ്ദതയിൽ അവർ ഒരൊറ്റ ശരീരവും ആത്മാവുമായി മാറി. പ്രണയത്തിൻ്റെ പരകോടിലെത്തിയ നിമിഷങ്ങളിൽ അവരുടെ ഉള്ളിലെ എല്ലാ ആത്മസംഘർഷങ്ങളും പൂർണ്ണമായി കത്തിച്ചാമ്പലായി. താൻ വെറുമൊരു പകരക്കാരിയല്ലെന്നും ഋഷിയുടെ ആത്മാവ് തുടിക്കുന്നത് തനിക്ക് വേണ്ടിയാണെന്നും ആ ശാരീരിക സാമീപ്യത്തിലൂടെ ദേവിക പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറിയപ്പോൾ ദേവികയാണ് ആദ്യം ഉണർന്നത്. ഋഷിയുടെ ശക്തമായ കൈകൾ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ തല അവൻ്റെ നെഞ്ചിലായിരുന്നു. അവൾ നഗ്നമായ തൻ്റെ കൈകൾ കൊണ്ട് ഋഷിയുടെ നെഞ്ചിൽ പതുക്കെ വരച്ചുകൊണ്ടിരുന്നു. ദേവിയുടെ കൈകളിൽ അവൻ പെട്ടെന്ന് തന്നെ പിടുത്തമിട്ടു. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്ന ലക്ഷ്യമായി അവൻ ഉണ്ടായിരുന്നില്ല. തൻ്റെ കള്ളത്തരം പിടിക്കപ്പെട്ടതുപോലെ ദേവിക അവനെ നോക്കി. ആ നോട്ടത്തിൽ കുസൃതിയും പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. ഋഷി അവളെ നോക്കി ഒരു വശ്യമായ ചിരിയോടെ ചോദിച്ചു, എന്താ തമ്പുരാട്ടിക്ക് ഉറക്കം വരുന്നില്ലേ? രാവിലെ തന്നെ ആളുകൾ ഉറങ്ങാനും സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ ചുമ്മാ. ദേവിക വാക്കുകൾക്കായി പതറി. അവൻ അവളുടെ കൈകൾ തൻ്റെ ചുണ്ടുകളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തെല്ലൊരു പരിഹാസത്തോടെ അവളെ നോക്കി. അല്ല, മുഖത്തൊരു ക്ഷീണവും കാണുന്നില്ലല്ലോ. നീ ഒട്ടും തളർന്നില്ലല്ലോ. അതിൻ്റെ അർത്ഥം ഇന്നലെ രാത്രി ഞാൻ അത്രയ്ക്കൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല എന്നാണോ? ആ ചോദ്യം കേട്ടത് ദേവികയുടെ മുഖം ചുവപ്പായി മാറി. അവൾക്ക് നാണം താങ്ങാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് എടുത്ത് അവൾ തലയിലൂടെ വലിച്ചിട്ടു. ബെഡ്ഷീറ്റിനുള്ളിൽ കിടന്ന് ശ്വാസം എടുക്കുന്നവളെ ഋഷി വീണ്ടും കളിയാക്കാൻ തുടങ്ങി. അവൻ ആ ഷീറ്റിന് മുകളിലൂടെ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും നാണോ? ഇന്നലെ രാത്രി നാണമൊക്കെ എവിടെയായിരുന്നു ദേവു? അപ്പോഴും നീ മടിയൊന്നും കണ്ടില്ലല്ലോ. ഋഷി ഒന്നും മിണ്ടാതിരിക്കാമോ? ബെഡ്ഷീറ്റിനുള്ളിൽ നിന്നും അവളുടെ പരിഭവം കലർന്ന ശബ്ദം കേട്ടു. ദേ നോക്കിക്കേ, എൻ്റെ ചുണ്ട് പൊട്ടിയോന്ന് സംശയമുണ്ട്. ഇന്നലെ ആരാണോ ആർത്തിയോടെ കടിച്ചു മുറിച്ചത്.
അവൻ ചിരിയോടെ പറഞ്ഞു. അതുകൂടി കേട്ടതോടെ ദേവികയ്ക്ക് ദേഷ്യവും നാണവും ഒരുമിച്ച് വന്നു. അവൾ മെല്ലെ ബെഡ്ഷീറ്റ് താഴേക്ക് മാറ്റി ചുണ്ടുകൾ കൂർപ്പിച്ച് അവനെ രൂക്ഷമായി നോക്കി. അവളുടെ ആ ഭാവം കണ്ടതും റഷ്യയുടെ കണ്ണുകളിലെ കുസൃതി മാറി മാന്യമായ പ്രണയം നിറഞ്ഞു. ഇങ്ങനെയൊന്നും നോക്കല്ലേ പെണ്ണേ, ഈ നോട്ടം നിനക്കത്ര നല്ലതിനാകാൻ വഴിയില്ല, പ്രത്യേകിച്ച് ഈ പുലർച്ച സമയത്ത്. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ ദേവിയ വേഗം കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ ശ്രമിച്ചു. എന്നാൽ അവൾക്കതിന് കഴിഞ്ഞില്ല. റഷ്യ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി ഒറ്റ വലിക്ക് അവളെ വീണ്ടും തൻ്റെ മേലേക്കിട്ടു. അവളുടെ നഗ്നമായ ശരീരം അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. അവളുടെ മാറിടത്തിൻ്റെ ചൂട് അവൻ്റെ നെഞ്ചിൽ തട്ടിയതും റഷ്യയുടെ ശ്വാസഗതിക്ക് വേഗത കൂടി. അവൾ അവൻ്റെ മേൽ കിടന്ന് കുതറാൻ നോക്കിയെങ്കിലും അവൻ പിടിമുറുക്കി. റഷ്യ വിട്, നേരം വെളുത്തു, താഴെ എല്ലാവരും. അവൾ മന്ത്രിച്ചു. ആരും വരില്ല. റഷ്യ അവളുടെ കാതോറൻ ചുണ്ടുകൾ ചേർത്തു. അവൻ്റെ ചൂടുള്ള നിശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ ദേവികയിൽ ഒരു വിറയൽ പാഞ്ഞുപോയി. നമുക്കിന്ന് ഈ റൂമിൽ നിന്ന് കുറച്ച് വൈകി പുറത്തിറങ്ങിയാൽ മതി, ഇന്നലത്തെ ബാക്കി കൂടി തീർക്കാനുണ്ട്. അത്തരം പറഞ്ഞുകൊണ്ട് അവൻ അവളെ കട്ടിലിലേക്ക് തിരിച്ചു കിടത്തി. അവൾക്ക് മുകളിലേക്ക് ആഞ്ഞു. ദേവികയുടെ കൈകൾ അവൻ്റെ കഴുത്തിന് പിന്നിൽ മുറുകി. പുറത്ത് വെളിച്ചം പടരുമ്പോഴും ആ മുറുക്കളിൽ പ്രണയത്തിന് പുതിയൊരു ചൂടുള്ള അധ്യായം അവർ ഒന്നിച്ചെഴുതുകയായിരുന്നു. ആ പഴയ ഇരുമ്പ് മേശപ്പുറത്തിരുന്ന ഡയറിക്കും പത്രക്കട്ടിങ്ങളിലും ഇപ്പോൾ വെറുമൊരു ഭൂതകാലം മാത്രമാണ്. ആരുടെ നിഴലുകൾക്ക് ഇനി അവരുടെ ജീവിതത്തിലേക്ക് വരാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ദേവിക തളർച്ചയോടെ അവൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് പുഞ്ചിരിയുടെ മുഖം പൂഴ്ത്തി. പുതിയൊരു ജീവിതത്തിലേക്ക് അവർ ഒന്നിച്ച് ചുവടുവെച്ചു. അങ്ങനെ ഋഷിയുടെയും ദേവിയുടെയും പ്രണയയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വെറുപ്പിൽ തുടങ്ങി വേദനയിലൂടെ കടന്നുപോയി ഒടുവിൽ സ്നേഹത്തിൽ പൂത്തുളഞ്ഞ ഈ കഥയ്ക്ക് നിങ്ങളുടെ ഓരോ സ്നേഹവും പിന്തുണയും തന്നെയാണ് ശക്തിയായത്. ചെകുത്തൻ്റെ പ്രണയം ആദ്യ എപ്പിസോഡ് മുതൽ ഒടുവിലത്തെ നിമിഷം വരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും ഒരു പുതിയ കഥയുമായി വളരെ വേഗം കാണാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ.